ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ചെറിയൊരു യാത്രയാണേ. താരുക്കുട്ടിയെ കാണാനായിട്ട് ചേച്ചിയും ചേട്ടനും നമ്മുടെ കേച്ചൂട്ടനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. എന്നിട്ട് നേരെ പോയത് അഞ്ചലോട്ടാണ് കേട്ടോ. അങ്ങനെ അഞ്ച് എത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാവരും വന്നു കേട്ടോ. നമ്മുടെ കേച്ചൂട്ടൻ്റെ തല മുട്ടയടിച്ചു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അവൻ മുട്ടത്തലയും കേച്ചൂട്ടനായിരിക്കുകയാണേ. അതാ ഗൈസ്, നാണം തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അവനെ അങ്ങോട്ട് പോയി എടുക്കണം. അതാണ് ഈ നാണത്തിന്റെ അർത്ഥം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് യാത്ര തുടങ്ങി ഗൈസ്. എൻ്റെ വീട്ടിലേക്ക് അഞ്ചേന്ന് ഏകദേശം ഒരു മണിക്കൂറത്തെ യാത്ര ഉണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് താരിക്കുട്ടിയെ കാണാനാണേ. വാവയെ വലിയ കാര്യത്തിൽ കാണാൻ വന്ന കേച്ചു അവിടെയുള്ള എല്ലാരെയും കണ്ട് സൈഡായി കേട്ടോ. പരിചയമില്ലാത്തവരെ കാണുമ്പോൾ അവ ഇങ്ങനെയാണ് ഗൈസ്. ഇനി എല്ലാവരോടും പരിചയപ്പെട്ട് വരണം. അവ ആ വീട് തലകുത്തനെ മറച്ചു വെക്കും കേട്ടോ. അങ്ങനെ കേച്ചു നമ്മുടെ താരുകുട്ടിയെ കണ്ടിരിക്കുകയാണ് ഗൈസ്. രാവിലെ തൊട്ട് തുടങ്ങിയ ഒരുക്കമാണ്. വാവയെ കാണാൻ പോകാനുള്ള വെപ്രാളം കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായി വാവയെ കണ്ടപ്പോൾ. ഇതായിരുന്നു ഗൈസ് കേശുവിൻ്റെ അടുത്ത പ്രധാന അട്രാക്ഷൻ. എന്നും കാർട്ടൂണിൽ കാണുന്ന മീൻ നേരിട്ട് കണ്ട സന്തോഷമായിരുന്നു കേട്ടോ കേച്ചുട്ടന്. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് യാത്ര തിരിച്ച് പിന്നെ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് ഗൈസ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അമ്മ ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ചിക്കൻ കറി വെക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ എന്നെ കൊണ്ടാവുന്ന ചില സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ സെറ്റായി ഞങ്ങൾ കഴിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇലയിട്ടായിരുന്നു. വലിയ ഗംഭീരമായ ഊണൊന്നുമല്ല, എന്നാലും ചെറിയ രീതിയിൽ തട്ടിക്കൂട്ടിയൊരു ഊണ്. കേജുവിന് ഇഷ്ടമല്ലാത്തൊരു ഫുഡാണ് ഗൈസ് ചോറുണ്ണുക എന്ന് പറയുന്നത്. എല്ലാവരും കൂടെ ഇലയിട്ടിരുന്നപ്പം അവൻ ചുമ്മാ പ്രഹസനത്തിനിരുന്നേ ഉള്ളൂ. അതിൽ നിന്നൊരു വറ്റുപോലും അവൻ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ പരിപ്പും പപ്പടവും ചീരിയും ചിക്കനും ഒക്കെ കൂട്ടി നല്ല ഒരു ഊണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ വയറു നിറയെ ഊണൊക്കെ കഴിച്ച ക്ഷീണത്തിൽ ഞങ്ങൾ പോകുന്ന വഴി ഒരു കടയിൽ കയറി കേട്ടോ. ഏതെങ്കിലും കടയിൽ കയറി കഴിഞ്ഞാൽ കേശു അവൻ്റെ മാമനും ഇങ്ങനെയാണ് ഗൈസ്, എല്ലാം അരിച്ചു പറക്കും. അങ്ങനെ പറക്കി അവസാനം നമ്മൾ എത്തിച്ചേർന്നത് അരുൺ ഐസ്ക്രീം കഴിക്കാനാണ് ഗൈസ്. ഇതാണ് ഞങ്ങൾ ട്രൈ ചെയ്ത അരുൺ ഐസ്ക്രീം. ഇതിന് 5 രൂപയുള്ളൂ കേട്ടോ. ഇതിന്റെ ഔട്ടർ കവറിങ് വരുന്നതെന്ന് പറയുന്നത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. അതുപോലെ അകത്ത് ബ്ലൂബെറിയുടെ ഐസ്ക്രീം ആയിരുന്നു. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. 5 രൂപയേ ഉള്ളൂ. അങ്ങനെ ഉണ്ട ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓരോ സോഡ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.